ഹലോ സംസ്കാരം അടുത്തുള്ള പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ ചർച്ചാ വിഷയം എന്നാ വീഡിയോ ഇടണം തന്നെ. പിന്നെ അപ്പൊ ഇന്ന് യാത്ര വെച്ച് കഴിഞ്ഞാല് മട്ടന്നൂരിന്ന് തിരൂരേക്കാണ്. ആടുന്ന് എങ്ങോട്ടേക്കാ പോകുന്നുള്ള പോലെ. അപ്പോ ഞാൻ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മളെ ഈ ചാനലിന്റെ പേരില്ലേ, ഈ പ്ലഗ് കോർണർ എന്നുള്ള പേരില്ലേ, അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേരാണ്. വേറൊന്നും കൊണ്ടല്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിന് നമ്മൾ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ട പേരാണ്. അപ്പോ ആ പേര് എനിക്കൊന്ന് മാറ്റണം എന്നൊരു തോന്നല്. അപ്പോ അബ്സ്കോണ്ടഡ് മല്ലു എന്നുള്ള ഒരു പേരിലേക്ക് ഞാൻ മാറിയാലോ എന്നൊരു ആഗ്രഹം. അപ്പോ കാണുന്ന 500 ആളേ ഉള്ളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഏത് പേരാ വേണ്ടേന്നില്ലോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പേരങ്ങ് മാറ്റിയേക്കാം. സംഭവം തുടങ്ങുമ്പോ എന്റെ ആഗ്രഹമായിരുന്നു. ഇപ്പൊ നിങ്ങൾ കൂടി കാണുന്നില്ലേ, നിങ്ങളെയും കൂടി അമ്മ പരിഗണിക്കണല്ലോ. 1000 ആളാങ്ങ് 1000 ആള്. ഞാൻ എന്റെ വീഡിയോ കാണുന്നവരെല്ലാവരും, കാരണം എന്റെ ഇഷ്ടമില്ലോണ്ടാണ് വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയും എത്തിപ്പോയിട്ടുണ്ടാവില്ല. എന്റെ കണ്ടന്റ് ഭയങ്കര ആണെങ്കിൽ ഏതെങ്കിലും ലോകത്തെത്തിയിട്ടുണ്ടാവില്ലേ. അപ്പോ എല്ലാരും ഇത് കമന്റ് ചെയ്യും. പിന്നെ ലോഡ് എടുക്കാൻ പോന്ന. ഓക്കെ, ശരി. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോ നിങ്ങളോട് ഞാൻ എന്റെ ലൈഫിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങി കഴിഞ്ഞാലേ നമ്മള് ലൈഫ് തീരുന്നവരെ എക്സ്ക്യൂസസ് മാത്രമേ പറയുള്ളൂ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ തുടങ്ങിയിട്ട് ഏകദേശം 4-5 കൊല്ലായി. അപ്പൊ ഈ തുടങ്ങിയ മുതലേ എക്സ്ക്യൂസസ് ആയിരുന്നു. എന്റെ ഗാഡ്ജറ്റ് ശരിയില്ല, എനിക്ക് അത് ചെയ്യാൻ സമയമില്ല, എനിക്ക് ഇതാക്കാൻ സമയമില്ല. ശരിക്കും നമ്മളെല്ലാവരും കണ്ടെത്തണം. ഇപ്പം അൽഹംദുലില്ലാഹ് ഗാഡ്ജറ്റ് കുഴപ്പമില്ല. വീഡിയോ എടുക്കാനുള്ള ഒരു മടി, എഡിറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. എഡിറ്റ് ചെയ്യാൻ അറിയില്ല വെച്ചാൽ അറിയാമെന്ന് വെച്ചാൽ അറിയില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ ഞാനിപ്പോ യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് അത്യാവശ്യം എഡിറ്റിങ് ഏലായിട്ടുണ്ട്. പിന്നെ ഫോണ് അടവിനൊരു ഫോണും മാറ്റിയിട്ടുണ്ട്. ഫോണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം മാറ്റിയതല്ല, കാരണം മറ്റേ ഫോണിനെ കൊണ്ട് ഏകദേശം ആയിന്. കാരണം സ്കാനൊക്കെ ചെയ്യാൻ പറ്റി. നമ്മളെ ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്യണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്യേണ്ട അവസ്ഥ എത്തി. അപ്പോ ഫോൺ ഞാൻ കാണിച്ചു തരാൻ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയല്ലേ ഇല്ലേ, കഥകൾ അങ്ങനെയല്ലേ ഇല്ലേ. അപ്പോ ഇനി എക്സ്ക്യൂസസ് ഉണ്ടാവില്ല. ഇനി പരമാവധി നമ്മള് യാത്രകളപ്പോ ഇങ്ങനെ എന്താ പറയാ ഒപ്പിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇപ്പോ ലോഡ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോ ടോട്ടലി ഒരു 4 ദിവസമെങ്കിലും മൊത്തത്തിൽ കറങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നിപ്പോ ഇവിടുന്ന് മട്ടന്നൂരിനടുത്ത് തിരൂരേക്ക് പോവും. തിരൂരിന്ന് ആടുന്ന് എന്തെങ്കിലും എടുത്തിട്ട് അടുത്തേക്ക് എങ്ങനെയെങ്കിലും പോവും. ഓക്കെ, അപ്പോ എല്ലാം പറഞ്ഞതുപോലെ എല്ലാരും നോക്കി ചെയ്യാ, ഒപ്പരുണ്ടാ. അപ്പോ ചെയ്യാനുള്ള പരിപാടി വെച്ച് കഴിഞ്ഞാല് എനിക്ക് എൻ്റെ ഇതിൻ്റെ അകത്ത് യൂട്യൂബിന്റെ എന്താ പറയാ യൂട്യൂബ് സ്റ്റുഡിയോ പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതിൻ്റെ അകത്ത് വാച്ച് ടൈം കുഴപ്പമില്ല, വാച്ച് ടൈം അത്രയായാലും നമുക്ക് വിഷയമല്ല. പക്ഷെ എങ്കിൽ ഇപ്പുറം വ്യൂവേഴ്സ് എന്നുള്ള ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും 25K മേളിലേക്ക് കാണുന്നൊരു ആഗ്രഹം. അതായത് 1 മന്തിനുള്ള വ്യൂസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ശ്രമിക്കുകയെന്നിനി. കാരണം ഇനി ഒരു 25 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് എൻ്റെ വീഡിയോസ് ഉണ്ടാവും. എൻ്റെ ഫോണിൽ ഇപ്പോൾ ഓൾറെഡി ഒരു 4 ദിവസത്തെ വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 25 ദിവസത്തേക്കുള്ള വീഡിയോസ്, ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടു. അപ്പോൾ നിങ്ങളോട് ഒറ്റൊരു ഇതേ ഉള്ളൂ, കാണുന്നവർ സംഭവം ഒന്ന് വീഡിയോസ് കണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ എന്നോട് സ്നേഹമുള്ളവർ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാണ്ട് എൻ്റെ വീഡിയോസിന് നിങ്ങളെല്ലാം പറയുന്നവരെ പൊളി മച്ചാനെ പൊളി വീഡിയോസ് എന്ന് പറയാൻ വലിയ വീഡിയോസൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ കണ്ടന്റ് കാരണം എന്തെല്ലോ ആക്കിയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. പിന്നെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ. അപ്പോൾ എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ വീഡിയോസിൽ എന്തെല്ലാന്ന് കുറ്റമില്ലേ അതൊന്ന് നമുക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി നമുക്ക് അയച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും ആ കമൻറ്റിലൊന്നും നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്കത് തിരുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുമല്ലോ. എന്തായാലും അമ്മ ഇതിനകത്തേക്ക് ഇറങ്ങി, അപ്പം പിന്നെ നല്ല രീതിക്ക് തന്നെ അങ്ങ് ഇറങ്ങിയൊക്കെ വെച്ച്. അപ്പോൾ പറഞ്ഞ് അമ്മ ഇപ്പോൾ മറ്റേ മയ്യിന്ന് എയർപോർട്ട് റോഡിലുള്ള മട്ടന്നൂർ എയർപോർട്ട് റോഡിലുള്ള ഇനി മട്ടന്നൂർ കിൻഫ്രയിലേക്ക് പോകണം. കിൻഫ്രയിൽ പോയിട്ട് വേണം ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് ലൊക്കേഷൻ ഓണാകട്ടെ, ഇനി നമുക്ക് ലൊക്കേഷനിലെത്തിയിട്ട് കാണാം കേട്ടോ. കണ്ണൂരിന്ന് ലോഡാക്കുന്ന സമയത്തൊന്നും കാണിക്കാനും കേൾക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ലോഡാക്കി വൃത്തിക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഇനി പിന്നെ കാണാം. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി
പിന്നെ തലശ്ശേരി എടുത്തതാണ് എന്നാപ്പാ ബൈപ്പാസിന്റെ പാസ് ഇത് കൊടുക്കാണ്ട് പോകുന്നില്ല കേട്ടോ, ടോൾ കൊടുക്കാണ്ട് പോകുന്നില്ല. നമ്മളെ എന്നാപ്പാ ഇത് കയറാൻ വേണ്ടിയിട്ടാണ്, എണ്ണയടിക്കാൻ വേണ്ടിയിട്ട്. ജിയോന്റെ പമ്പ് ഉണ്ട്, ജിയോന്റെ പമ്പ് കയറി എണ്ണയടിക്കണം, എന്നിട്ട് അങ്ങനെ തന്നെ പോകണം. ഓക്കെ, അപ്പോ എല്ലാം പറഞ്ഞ പോലെ തന്നെ വലിയ ടെസ്റ്റാണ്, അതുകൊണ്ടാണ്. നമ്മൾ ഡീസൽ അടിച്ച് 0 ആക്കി, ഡീസൽ ഫുള്ളായി. ഓക്കെ, നമുക്കൊന്ന് i3+ മൈലേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ, എത്ര കിലോമീറ്റർ കിട്ടുന്നില്ലേ. ഓക്കെ, 0 to ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക്. ഓക്കെ, എത്ര കിലോമീറ്റർ കിട്ടും നോക്കാം. അപ്പോൾ ഭക്ഷണം കഴിച്ച്, വടകരയിൽ നിന്ന് ഭക്ഷണം കഴിച്ച്, പിന്നെ ഞാൻ ഒരു മണ്ടത്തരം ചെയ്ത് ബില്ലെടുക്കാണ്ടാവുന്നത്. അപ്പോൾ ബില്ലും കാര്യങ്ങളിലും അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം വടകര ഉള്ളത്. ഇപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര, കോഴിക്കോട്, കോഴിക്കോട് നിന്ന് നേരെ കുറ്റിപ്പുറം കേച്ചേരി വഴി തൃശ്ശൂർ, തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളം. പിന്നെ പറഞ്ഞ പോലെ ബൈ ബൈ. ദേശീയോത്സവം എന്തെന്ന് വെച്ചാൽ ബ്ലോക്ക്. അപ്പം ഇനി കോഴിക്കോട് എത്തി കിട്ടുന്ന ഒരു ഒളിച്ചപ്പാട് തന്നെ ഭയങ്കര ബ്ലോക്കാണ്. കണ്ടില്ലേ, എന്നെങ്ങി നീങ്ങും. ഇതാണ് ബ്ലോക്ക് ആവാനുള്ള കാരണം. എന്ത്, റോഡിലേക്ക് വരുന്ന വെള്ളം. ഓക്കെ, അതിനുള്ള കാരണം എന്താ, കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇവർ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വന്ന എഞ്ചിനീയർമാർക്ക് അറിയില്ല ഇവിടെ വെള്ളം പൊന്തുന്നതാണോ. ഓരോ ഏതെങ്കിലും മറ്റേ വേനൽക്കാലത്ത് വന്ന് നോക്കുമ്പോ ഇത് പാനിക് നെയ്യാവുക വാ, ഇവിടെ വെള്ളം കിട്ടൂലെന്നും പറഞ്ഞിട്ട് അവർക്ക് തോന്നിയ പോലെ അങ്ങ് അടിച്ചിട്ട് വിട്ടിട്ടുണ്ടാവും. അതന്നെയാണ് നമ്മളെ നാട്ടിലെ തളിപ്പറമ്പിലും സംഭവിച്ചത്. ഇപ്പൊ നമ്മളെ വടകര അതിൻ്റെ അടി വന്നു സ്ഥലം തിരിയുന്നില്ല ഇതായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെയിം സിസ്റ്റമാണ് നമ്മളെ തളിപ്പറമ്പിലും സംഭവിച്ചിട്ട് പോയിട്ടില്ല. എന്ത് ചെയ്യാനാ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇപ്പൊ നന്ദിയിലേക്ക് എത്തി, നമുക്ക് കൊയിലാണ്ടിയിലേക്ക് കയറുന്ന റോഡ് നല്ല റോഡാണ്, പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. നോക്കാം, ഉച്ച ടൈം ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നോക്കാം. നന്ദിക്കൊക്കെ ഇനി എക്സ്പ്രസ് ഹൈവേ കയറിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാം. ഇതാണ് നമ്മളെ നാടിന്റെ ബ്യൂട്ടി, എന്താ പറയാ, ഒരു രസം. മഴയാണ്. ഓ, നീലാകാശം, പച്ചക്കടൽ, ചുവന്നതില്ല, കറുത്ത ഭൂമി. ഓ, ഒരു ലുക്ക് എത്ര നോക്കി. ഇതാണ് സത്യം പറഞ്ഞാൽ ഗൾഫിൽ പോയിരിക്കുന്ന സമയത്ത് ആ 4 ലൈനിലും കണ്ടപ്പം ഒരാഗ്രഹം ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിലപ്പം ഇങ്ങനെ വരാന്ന്. വന്നല്ലോ. കണ്ട, ഔ ഒരു രസം തന്നെ. മഴയത്ത് ഇതുപോലുള്ള റോഡിട്ട് ഇങ്ങനെ റൈഡ് നല്ല ബസ്സിന് ഇതായിരിക്കണം ഡ്രൈവ്. കണ്ട, ചില സമയത്ത് പച്ചപ്പ്. സാധാരണ വെച്ചാൽ നമ്മളിപ്പോൾ ഈ സൈഡെല്ലാം പോയിക്കാൻ, നമ്മളെ ബാംഗ്ലൂർ സൈഡ് എല്ലാം പോയിക്കാൻ നമുക്ക് എപ്പോൾ ഒരു മടുപ്പ് വരുത്താം. ഒരു സൈഡിൽ എന്തെങ്കിലും ചിലപ്പോൾ ഇന്ന സ്ഥലമെല്ലാമായിട്ട്. പക്ഷെ കേരളത്തിൽ എത്ര പ്രാവശ്യം അതിലേ വന്നു, പക്ഷേ ഇത് മടുപ്പ് വരെയില്ല. എന്താ, ഒരു സൈഡ് പാടം, പരമ്പ്, മല. ഓ, നമ്മളെ നാടൊരു സുന്ദര നാടന്നെ, ഒരു സുന്ദര കുട്ടപ്പൻ തന്നെ നമ്മളെ നാട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം വീഡിയോ എടുത്ത് നടന്നതിന് കാര്യം നടക്കില്ല. കാരണം ഇന്നിന് ഒരുപാട് സംഗതികളുണ്ട്. കാരണം ലോഡ് ഇറക്കി കിട്ടാൻ ചാൻസ് കുറവാണ്, ലേറ്റായി പോയി, സമയമാണെന്ന് ഇത്ര. അപ്പം ഓക്കെ, അങ്ങനെ വീണ്ടും ബ്ലോക്ക് കുടുങ്ങിയിട്ടുള്ള ബ്ലോക്ക് അവിടെയാണ്. ഇത് നമ്മളെ കുന്നുംകുളം കഴിഞ്ഞ പാടാണ്, വല്ലാത്ത ബ്ലോക്കാണ് കേട്ടോ. ഒരു ചായ കുടിക്കണമെന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിന് കേട്ടോ. ഒരു പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. നിസ്കാരം നോക്കണില്ല, ഞാൻ മുസാഫിൻ്റെ നടുക്ക് കഷ്ണമാണ്. പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി, പിന്നെ കുറച്ച് സമയം അവിടെ കിടന്നു. കാരണം ഇതില്ല, എന്താ പറയുക, ടൈമിങ് ഒന്നുമില്ല. നാളെ രാവിലെ ഇറക്കില്ല. പാടെ പോയിട്ട് പോസ്റ്റാണ്, അത് ഇങ്ങനെ റോഡ് പോസ്റ്റാണെന്ന് തോന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്. ഒരു കട്ട തീർന്നു. നോക്കാം നമുക്ക് മറ്റേ നോക്കിയിട്ട്. നല്ല ബ്ലോക്കാണ്, നല്ല വെച്ചാൽ തീ പറയ ബ്ലോക്ക്. ഇതാണ് ഈ രാവിലെ വന്നല്ലോ, ചെറുന്നിട്ടങ്ങ് വൈവാണ്ട സ്ഥലം. സൂര്യൻ ഇങ്ങനെ മൊത്തം വയല് സംഭവം. അതൊരു വയലിൻ്റെ ഒരു പച്ച മണമുണ്ട്, ചളീൻ്റെ മണം. ഓ, ചില സമയങ്ങളിൽ വൈകുന്നേരങ്ങൾ ഓർമ്മ വരുന്നു. കളിക്കാൻ പോകുന്ന വൈകുന്നേരം, ഓ കണ്ടെത്തുന്നില്ല കളി, ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും. ഓ, അപ്പോൾ
നമ്മള് തൃശ്ശൂരെത്തി. തൃശ്ശൂർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ നൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട് വല്ലാത്ത രസമില്ല സംഭവം. അപ്പോൾ നമ്മളെ റൗണ്ടായാലും കണ്ട ഒരു വല്ലാത്തൊരു രസം കാണാൻ. നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കണം ഓരോ മൂലകളും. പെടുവോ എന്തോ സിഗ്നലാണ് സംഭവം. കണ്ണൂർ തന്നെ നമ്മളെ മുഞ്ചില്ല നാട്, എന്നാലും ഓരോ നാടിനും അതിൻ്റെതായ രസവും വൃത്തിയും വർത്താനെല്ലാം ഉണ്ട്. അങ്ങനെയാണ് കവികൾ അങ്ങനെയാ പാടിയിട്ടില്ലേ. ഞാനിപ്പോൾ കയറിയത് റോങ്ങൊന്നല്ല, എന്നാലും ഇതാ തൃശ്ശൂരിൻ്റെ നഗരപ്രാന്ത പ്രദേശങ്ങളിലൂടെ നഗരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് വേറെ വഴിയുണ്ട്. പക്ഷെ എന്നാലും തൃശ്ശൂർ നഗരം കാണണമെന്നൊരാഗ്രഹം, നിങ്ങൾക്കും കാണണമെന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. നൈറ്റിൽ കുറവല്ലേ നമ്മളെ വീഡിയോസ്. നൈറ്റിൽ ഇങ്ങനെ പൊതുവെ, കാരണം എന്താ പറയുക, ഗോപ്രോ ഉണ്ടാവില്ല. ഗോപ്രോയിൽ വിചാരിച്ച മാതിരി നമുക്ക് ഉണ്ടാവില്ല. സുഡിയോക്ക് ഒരു പർച്ചേസ് ചെയ്താലോ? കയറിയേക്കാം, വേണ്ട. സുഡിയോ നമുക്ക് അടുത്ത സുഡിയോയിൽ കയറാം. നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, കുറച്ച് കണക്ക് ചെയ്താലുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത്രേ ഉള്ളൂ. ഒരു എത്തിപ്പെട്ടാൽ എത്തിപ്പെട്ടോലുപ്പത്തെത്തി. ഇങ്ങനെയാണ് സംഭവം. തൃശ്ശൂരുണ്ടാകുന്ന വേറൊരു സാധനം വേണ്ട, ബെൻസ്. ഒരു 1, 2, 3 മൂലൊക്കെ ഇട്ടിട്ട് നോക്കി. ഏത് മനുഷ്യനാണ് നമ്മപ്പം. ഓക്കെ, റൗണ്ട് കയറിയിട്ട് ആകാശപാത, ഇതിൻ്റെ ഇടക്ക് ഉദ്ഘാടനം കഴിഞ്ഞ ആകാശപാത ചെയ്ത് റൗണ്ടിന്, അതായത് നമ്മളെ ശക്തൻ സ്റ്റാൻഡ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആകാശപാത മുകളിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേ വ്യക്തം. Exit the roundabout onto Ikanda Warrior Road. ആകാശവാദങ്ങളിലും കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ല, തൃശ്ശൂരിന് ഒരു ബെല്ലാത്ത ഭംഗിയാണ് നൈറ്റിൽ. കണ്ടോ? ഇത് നമ്മളെ റൗണ്ടിന്റെ ഏതോ ഭാഗമാണ്. സോറി, ചണഞ്ഞോട്ടേക്കല്ല, ചണഞ്ഞോട്ടല്ല. ഇതിന് നമുക്ക് റൈറ്റ് പോകണം. ഓക്കെ, എല്ലാം പറഞ്ഞ കാണാം. അപ്പോൾ രാവിലെയായി എഴുന്നേറ്റ് നല്ലൊരു അടിപൊളി സ്ഥലത്താണ്ടേ. ഇനി ലോഡിങ്ങിൻ്റെ ഇറക്കുന്നിടത്തേക്ക് പോകണം. പിന്നെ രാവിലെ തന്നെ ഒരു ചായ പിടിക്കണം. ഇതായിരുന്നു ഞാൻ താമസിച്ച സ്ഥലം. ഓക്കെ, വണ്ടി ഫുൾ അൽക്കുൽ ജിഷ്മോനായിട്ടുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. രാവിലെ തന്നെ വണ്ടി എടുക്കുക, ഇത് ചെയ്യണം, തറയിലിരിക്കുക, ചേട്ടാക്കുക, ഉണക്കുക. ഓഫ്, നല്ല ഉണക്കുക. എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം വേഷം കിട്ടണം. അയ്യോ ഓടി. മൂന്നാൾ ഭയങ്കര ഭാഷയിലാണ്. മറ്റേ കുഴപ്പങ്ങളില്ല, ഞാൻ എത്തിക്കാനോട് ചോദിക്കും. ഓടുത്തു തന്നെ മറ്റേ ചോന്നാറ് എണ്ണ 2 വട്ടം തീർന്നു. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ചായ പിടിക്കണം, വണ്ടി 2 മിനിറ്റ് ഒന്ന് കൂൾ ഓഫ് ടൈമിലിടണം. ഫുൾ കച്ചറയാണ്, ഒന്ന് വൃത്തിയാക്കി എടുക്കണം വണ്ടി. അങ്ങനെ ലോഡ് ഇറക്കി കഴിഞ്ഞ് ഇനി അടുത്ത എന്നാപ്പാ സ്വീകരണ കേന്ദ്രം തേടിയുള്ള യാത്രയിലാണ്. കിട്ടിയ ഭാഗ്യം. ലോഡ് എടുത്ത് എല്ലാം കയറ്റി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ഉണ്ടാക്കാത്തല്ലെന്ന് നല്ലൊരു ബാഗ് വാങ്ങണം, മോശമില്ലാത്ത. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെക്യൂരിറ്റീൻ്റെ റെസ്പെക്റ്റ് ഇപ്പോൾ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലായിരിക്കും. ഓക്കെ, ഓട്ടോ എവിടെ ഇപ്പം പാർക്ക് ചെയ്യാം, ഇടക്കത്തിലാണ്.
നമ്മളെ വണ്ടി അപ്പോൾ ഫ്രണ്ട് ഇട്ടിട്ട് പാർക്ക് ചെയ്യണമെന്ന് ആരോ പറയലുണ്ട്. ഓക്കെ, നമുക്കിപ്പം ഫ്രണ്ട് ഇട്ടിട്ട് തന്നെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളെ വണ്ടികളാടിയുണ്ട്. അപ്പം ബാഗിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ബാഗ് നോക്കാം ഡെക്കാത്തലിൽ നിന്ന്. ഓക്കെ, ബൈ ബൈ. ഇപ്പം ഡെക്കാത്തലിൽ നിന്നല്ല ചെറിയൊരു ബാഗ് പർച്ചേസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇങ്ങനെ തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്നു. കോഴിക്കോട് പോകാനായിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഓക്കെ, പിന്നെ ഒന്ന് ഓരോന്ന് പറയാനില്ലേ. പിന്നെ ഡെക്കാത്തലിൽ നമുക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ആളെ നോക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ഒരു ഞാൻ സംഭവം എക്സ്ട്രോവേർട്ടെന്ന് വെച്ചാൽ എക്സ്ട്രോവേർട്ട് തന്നെയാണ്. പക്ഷേ എങ്കിൽ ചില സമയത്ത് ഞാൻ ഇൻട്രോവേർട്ടിൻ്റെ സ്വഭാവം കാണിക്കും. ദാറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രോം മീ. പിന്നെ ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോകണം. കോഴിക്കോട് നിന്ന് ലോഡ് എടുക്കണം. നേരെ ബാക്ക് ടു മൈ ഹോം. നമ്മൾ തൃശ്ശൂരിൻ്റെ ഉള്ളിട്ട് നടക്കിയത്. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ പൈസ വെച്ചില്ല തൃശ്ശൂർക്കാരെടുത്താം. ബാക്കി എല്ലായിടത്തും ഇല്ലാന്നല്ല, എന്നാലും നല്ല നല്ല വെൽത്തി ആയിട്ടുള്ള ബിസിനസ്മാൻമാർ, ഒരുപാട് പൈസയുള്ള ടീംസ് ഉള്ളത് തൃശ്ശൂരാണ്. അത് നമുക്ക് 4 സൈഡിൽ കാണാൻ പറ്റും. കാരണം പഴയ ബെൻസുകൾ, പഴയ വണ്ടികൾ ഒരുപാട് കാണുന്നത് തൃശ്ശൂരാണ്. അത് ഒറിജിനൽ കേരള, ഒറിജിനൽ കേരളേ. ഇപ്പം ചരവറ ആഡംബര വണ്ടികൾ കണ്ടമാനമുണ്ട്. എന്നാലും 08 കണ്ടമാനം ഇതുണ്ട്. നമ്മളെ ആഡംബര വെഹിക്കിൾസ് ഉണ്ട്. നമ്മളെ കണ്ണൂർ വണ്ടിയില്ല എന്നല്ല, എന്നാലും എൻ്റെ ഒരു നിരീക്ഷണഘോഷണത്തിൽ അങ്ങനെയാണില്ല. എൻ്റെ ഒരു നിരീക്ഷണം തെറ്റാറില്ല. കണ്ട തൃശ്ശൂർ എന്ന് വെച്ചാൽ കണ്ട ഒരു പാവം മനസ്സിൽ എത്രയോ പ്രതീക്ഷകൾ, എത്രയോ ആഗ്രഹങ്ങളെല്ലാവരും. അതല്ലാത്തൊരു ടൗണിൻ്റെ ഉള്ളിൽ നടന്നു പോകുന്നു. ഓനെ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. അപ്പം നാളത്തെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു നമുക്ക് കുറേ ദിവസമായാലും ഇത് കാണുന്നത്. ഇനി കുറച്ച് ദിവസം നമുക്ക് മറ്റേ ഇത് കാണാം. എന്ത് നമ്മളെ ടൂറിസ്റ്റിൽ പോവാം. ടൂറിസ്റ്റ് രണ്ട് വീഡിയോ എടുക്കുന്നതല്ലേ. ഇനി ഒരു വീഡിയോ ടൂറിസ്റ്റിൽ നിന്ന് എടുക്കാം നമുക്ക്. ഞാൻ മറ്റേ തൃശ്ശൂർ റൗണ്ടിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് പണിയിട്ട് പോയി. നല്ല അടിപൊളിയിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എന്നാന്ന് ഇതടിച്ചിട്ടില്ല. റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയില്ല. സോറി. കണ്ട ഇതെല്ലാം നല്ല രസമില്ല. ഇതെന്താ പരിപാടി തന്നെ. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊന്ന സംഭവം എന്ന് പറയാ. അത് ഇതാവൂല്ലോ മറ്റേ എന്നാപ്പാ വെള്ളം. നമ്മളെ എന്ത് തീപിടുത്തം എന്ത് വന്നാലും കളയാനില്ലേ. അതാണ്ടമ്മോ നോക്കാം നമുക്ക്. റോഡ് ലെഫ്റ്റിലാണ് എനിക്കിത്. കണ്ട ഇത് വടക്കുന്ന ക്ഷേത്രത്തിന്റെ വേറൊരു ഭാഗം. കണ്ടോ? ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടില്ല വെച്ച് കഴിഞ്ഞാല് നോക്കാൻ സമയം ഉണ്ടായിട്ടില്ല, നോക്കാൻ കാണാനില്ല കണ്ണുണ്ടായിട്ടില്ല നമുക്ക് അന്നേരം. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം കാണുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്താണല്ലേ അവസ്ഥ. ഇത് ഇവിടെ വൺവേയാണ്. ഓക്കെ, നമുക്ക് അടുത്തോട്ടേക്ക് പോകണം. കുറച്ച് റിസ്ക് ആണ്, അതുകൊണ്ട് വീഡിയോ പിന്നെ കാണാം.